കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് 14 വർഷം ഞാൻ ഇവിടെ ഈ കോളനിയിൽ അനുഭവസ്ഥയായിട്ട്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും 35 വർഷമായിട്ട് ഇവിടെ തന്നെയാണ് താമസം. ഈ കനാലിലോട്ടാണ് എല്ലാം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ മാലിന്യം വെള്ളമാണ് ഇങ്ങനെ നമ്മുടെ അകത്തേക്ക് കയറുന്ന. കാലൊക്കെ ഇങ്ങനെ വിണ്ട് പൊട്ടിയിട്ട് പലവർക്കും ഇങ്ങനെ വയ്യാണ്ടൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ബാത്റൂമിൽ പോകാൻ ഒരു നിവൃത്തി ഉണ്ടാവില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ ബന്ധുക്കളുടെ വീട്ടിലും അല്ലെങ്കിൽ പുള്ളിയുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെയാണ് നമ്മൾ പോകുന്നത്. മോനെ ടേബിളിൽ കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ വെള്ളത്തിൽ 2-3 പ്രാവശ്യമൊക്കെ വീണ സംഭവങ്ങളൊക്കെ ഉണ്ട്. പുസ്തകമൊക്കെ നനഞ്ഞും പോയിട്ടുണ്ട് പലപ്പോഴും. അതെടുത്ത് വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയിട്ടൊക്കെയാണ് പിള്ളേർ പഠിക്കാനും സ്കൂളിലൊക്കെ പോകുന്നത്. ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു. എന്നുവെച്ചാൽ ഒരുപാട് പേര് ഇതും ആഗ്രഹിച്ച് മരണപ്പെട്ടവരുണ്ട്. എൻ്റെ അമ്മ വരെ ഇങ്ങനെ മരിച്ചതാണ്. കാരണം പുള്ളിക്കാരത്തേക്ക് പുതിയ വീട്ടിൽ പോയിട്ട് ഒന്ന് ഉറങ്ങണം, അന്തി ഉറങ്ങണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു. പക്ഷെ അവർക്കൊന്നും സാധിച്ചില്ല. ഇതാണ് എൻ്റെ വീട്. ഹൗസ് നമ്പർ 12 PND കോളനി. ഈ വീട്ടിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ മുണ്ടംവേലിയിലേക്ക് ഷിഫ്റ്റ് ആയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ബക്കറ്റ് ഇരിക്കുന്നുണ്ട്, ഈ ഓറഞ്ച് അതിൻ്റെ മേളിൽ ഒരു വെള്ള ബക്കറ്റ്, അതായിരുന്നു. ഞാനും അച്ഛനും താക്കോല് വാങ്ങാൻ ഒരുമിച്ചാണ് പോയിരുന്നത്. അപ്പോൾ ഞാൻ പേര് വിളിക്കാൻ വേണ്ടി കാത്തിരിക്കണം. താക്കോല് കിട്ടുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചാൽ വരുന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു. ബുക്കും ഇതൊന്നും നനയില്ല. അങ്ങനെ സന്തോഷമാണ് പുതിയ വീട് കിട്ടിയതിൽ. എല്ലാവരും ഈ മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തിടും. നമ്മളാലോചിക്കും നമുക്കിങ്ങനെ മഴ വരുമ്പോഴത്തേക്കും ഫോട്ടോ എടുക്കാനല്ലല്ലോ, വെള്ളം കയറി മൊത്തം സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പം ഇപ്പം അങ്ങനെയല്ല, നമുക്ക് മഴേനെ നന്നായിട്ട് ആസ്വദിച്ചിരുന്ന് കാണാമല്ലോ. ഒത്തിരി നാൾ കാത്തിരുന്ന ഒരു നല്ലൊരു സമാധാനത്തോടു കൂടിയുള്ള ഉറക്കമായിരുന്നു ഇന്നലെ. ഇപ്പോൾ വെള്ളം കയറുമെന്നോ അല്ലെങ്കിൽ ഏറ്റം വരുന്നെന്നോ ഒന്നും പേടിയില്ലാതെ നമുക്ക് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും വെച്ച് വിളമ്പി കൊടുക്കാം. സമാധാനമുണ്ട്. ഈ പുതിയ ഫ്ലാറ്റിലോട്ട് വന്ന് കയറിയപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല സന്തോഷമായി. അവർ സന്തോഷം കൊണ്ട് ഇന്നലെ രാത്രി 11:30-12 മണിക്കൊക്കെ പിള്ളേരും ഇവിടെ ഓടിക്കളിക്കണമായിരുന്നു. നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളും ഓരോ ചെറിയ കുട്ടികളൊക്കെ ഉള്ള എത്രയോ വീടുകളുണ്ട്. അതുങ്ങളൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ രാവിലെ എല്ലാവരും അടിച്ച് കഴുകി അങ്ങോട്ട് ഇതായി കഴിഞ്ഞാൽ മഴ വരുന്ന സമയമാണെങ്കിൽ വൈകുന്നേരം പിന്നെയും മഴ വരുമ്പോൾ പിന്നെയും വെള്ളം കയറുകയല്ലേ. ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. ഒരു വീട്ടിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞല്ലോ. ഒരുപാട് തലമുറകൾ അനുഭവിച്ച ദുരിതങ്ങൾ താണ്ടി പുതിയൊരു തലമുറ ഇവിടെ സമാധാനത്തോടെ കിടന്നുറങ്ങുകയാണ്. PND കോളനി എന്ന പഴയ മേൽവിലാസത്തിന് പകരം പുതിയൊരു മേൽവിലാസം സ്വന്തമാക്കി. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ വേണുവിനും അനീഷ് തോട്ടക്കാടിനുമൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്.